സൈക്കോ ആണ് അനശ്വര രാജൻ എന്ന് എനിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട്. എനർജി ലോ ആയിരിക്കുമ്പോ അങ്ങനെ ഒന്ന് ഒരുങ്ങി പൊട്ടൊക്കെ ഇട്ട് സാരി കൊടുത്ത് നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. വിഷമം വരുമ്പോ സാരി കൊടുത്ത് പൊട്ട് തൊട്ട് പറമ്പിക്കൂടെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് അതിനൊരു ക്ലൂ ഉണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ എയറിൽ പോവാൻ സാധ്യതയുള്ളത് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത നടൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ടാഗ് ലൈൻ വന്നിട്ടുണ്ട് എനിക്ക്. വിഷമിപ്പിക്കല്ലേ അവളെ. ഇപ്പൊ തന്നെ എനിക്ക് ചേച്ചീനെ കാണണം. ശരി, ഞാൻ മഞ്ജു, എന്റെ കൂടെ ആസിഫ് അലി ആൻഡ് അനശ്വര രാജൻ. ഹായ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മഞ്ജു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു അല്ലെ ഇയർ എൻഡും ആയിരുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇയർ ഓപ്പണിംഗും ആണ്. 2024 നല്ല വർഷമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു റൗണ്ട് അപ്പ് എടുത്താല്? ആദ്യത്തെ റിലീസ് തലവനായിരുന്നു. ജിസിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന 4ാമത്തെ സിനിമയായിരുന്നു. അപ്പൊ അത് നല്ലൊരു തുടക്കം. കാര്യം ആ സിനിമയ്ക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. കാര്യം ജിസിന്റെ കൂടെ ഒരു സിനിമ വീണ്ടും ചെയ്യുന്നു. ബിജു മേനോനും ഞാനും മികച്ച താരജോഡികളെ. അപ്പൊ അതിനുശേഷം വന്ന സിനിമകൾ ഇപ്പൊ അഡ്യൂസ് അമീഗോ ആയാലും ലെവൽ ക്രോസ് ആയാലും കിഷ്കിന്റെ കാണ്ഡം ആയാലും എല്ലാത്തിനും മോശമില്ലാത്ത റിവ്യൂസ് വന്നു. നല്ലൊരു വർഷമായിരുന്നു എല്ലാ രീതിയിലും. അനശ്വരയ്ക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു 2023 25 വളരെ സ്പെഷ്യലാണ്. 2023 ഡിസംബർ സമയത്ത് നേരെ റിലീസായി. അതിനുശേഷം ഫസ്റ്റ് ജനുവരിയിൽ റിലീസായത് ഓസ്ലർ ആയിരുന്നല്ലോ ഫസ്റ്റ്. അതിനുശേഷം ഗുരുവായൂർ അമ്പലനാട്. അപ്പം ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായി 2024 മൊത്തം സിനിമകൾ ചെയ്യുമായിരുന്നു. കുറേ സിനിമകൾ ചെയ്തു. എന്തിന് അങ്ങ് നാട് കടന്നുമൊക്കെ. ഈ വർഷം ഇനിയിപ്പം തെലുങ്കിലൊക്കെ സിനിമ വരാനിരിക്കുന്നു. അതെ, പ്രൊമോഷൻ വിളിക്കുമ്പോ ചെന്നൈയിലാണോ ഹൈദരാബാദിലാണോ തെലുങ്കാണോ തമിഴാണോ? അത് പറയുമ്പോ ആസിഫിനോട് ചോദിക്കണം. ആസിഫ് വേറെ അതായത് ഈ സംസ്ഥാനം വിട്ടു പോകാൻ ഇല്ല, മലയാളികളുടെ സ്വന്തം. ഞാൻ ഇവിടൊന്നും പോകൂല. ഓക്കെ, അങ്ങനെ നമ്മൾ 2025 വന്ന് നിൽക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ രേഖാ ചിത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ട്വിൻ മൂവീസ് എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ചയുള്ള പടങ്ങളാണോ ഐഡന്റിറ്റിയും രേഖാ ചിത്രവും? കാരണം അതിലും ടൊവിനോ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അതിന്റെ മലയാളം വേർഷനാണ് രേഖാചിത്രം. അതെ അതെ. അതിന് ഐഡന്റിറ്റിയുടെയും രേഖാചിത്രത്തിന്റെയും സംവിധായകര് ഒരുമിച്ച് ഒരേ സമയത്ത് ഇൻഡസ്ട്രിയിൽ വന്നവരാണ്. അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. അവര് റൂംമേറ്റ്സ് ആയിരുന്നു. ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് കൊച്ചിയിൽ വന്ന ആൾക്കാരാണ്. അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആണ്. അപ്പൊ അവര് ഒരുമിച്ച്. അതെ, അവർ ഒരുമിച്ചാണ് എനിക്കൊന്ന് ആദ്യം സിനിമ ചെയ്യാനും പ്ലാൻ ഇട്ടിരുന്നത്. ഇവരുടെ സ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഈ ഒരു ട്രെയിലർ ഒക്കെ കാണുമ്പോൾ അതിനകത്ത് രേഖാചിത്രം ഒന്നും വരയ്ക്കുന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇല്ല, രേഖയുടെ കഥയാണ്. അതാണ് രേഖാചിത്രം. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ട്വിൻ മൂവി അല്ല അല്ലേ? അല്ല, പക്ഷെ രണ്ടും ത്രില്ലർ കൈൻഡ് ഓഫ് മൂവീസ് ആണ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പം ജോഫിനോട് ചോദിച്ചപ്പോ ജോഫിന്റെ കൂടെ ഇന്റർവ്യൂസിനൊക്കെ ഇരുന്നപ്പോൾ ജോഫിൻ സ്ട്രെസ് ചെയ്തത് ഇതൊരു ത്രില്ലർ ഡ്രാമയാണ്. നമുക്കൊരു ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ, എന്താ പറയുക, ഒരു സസ്പെൻസ് സർപ്രൈസ് ത്രില്ലർ എന്നൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡ്രാമ സ്വഭാവമുള്ള ഒരു സിനിമയാണ്. കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ആണ് സിനിമ. ഭയങ്കര സസ്പെൻസ് ട്വിസ്റ്റ് ഒന്നും ഇല്ല. ആദ്യത്തെ 35 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ഏകദേശം ധാരണ കിട്ടും ഇത് ആരാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് എങ്ങനെ നടന്നു എന്നുള്ളതും ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് ഈ കഥ എത്തുന്നതും അന്ന് നടന്ന സംഭവങ്ങളും അതിന് നമ്മുടെ ചരിത്രത്തിൽ പണ്ട് നമ്മൾ കണ്ടിരുന്ന ഒരു സിനിമയുടെ ബാക്ക്ഡ്രോപ്പിലാണ് അത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കുറച്ച് നാൾക്ക് മുമ്പ് 1985 നടന്ന കാതോട് കാതോർ എന്ന് പറയുന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ നിന്നും ആണ് ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ വന്നിരിക്കുന്നത്. അതിനകത്ത് ലിസി ആണല്ലോ നമുക്കറിയാവുന്ന ആ സിനിമയിനകത്തുള്ള കന്യാസ്ത്രീ. ലിസിയുടെ മറ്റൊരു പതിപ്പായിട്ടോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇത് സിനിമ കണ്ടാലേ ഞങ്ങൾ സിനിമയുടെ ഒരു സിനിമയുടെ ബിഹൈൻഡ് ദി സീൻസ്, അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ഒരു കഥ നമ്മുടേതായ ഒരു വേർഷനിൽ അതിനെ മാറ്റുന്നു. ഇപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളും അതൊക്കെ അവിടെ തന്നെയുണ്ട്. ആൾക്കാർക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷെ അതിനകത്തേക്ക് വേറെ കുറച്ച് കഥാപാത്രങ്ങൾ ഇവരുടെ ഫിക്ഷൻ രീതിയിൽ ഇവർ ആഡ് ചെയ്യുന്നു. അതിന്റെ ഒരു ഷൂട്ടിംഗ് ആംബിയൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഭരതൻ സാറിനെ കാണാം, ജോൺ പോൾ സാറിനെ കാണാം, കമൽ സാറിനെ കാണാം. അപ്പൊ അങ്ങനെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ശരിക്കും നമ്മൾ റീക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അവരുടെ ലുക്കലൈക്സും കണ്ടുപിടിച്ച് അവരെ കൊണ്ടുവന്നു. അഗെയിൻ കമൽ സാറായിട്ട് അഭിനയിച്ചിരിക്കുന്ന സാറിന്റെ മകനാണ്, ജനൂസ് ആണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ
ഇതിന്റെ ഒരു ക്ലറിക്കൽ പരിപാടികൾ കുറെ ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം പെർമിഷൻസ് എടുക്കണം. ആ സിനിമയായിട്ട് അന്ന് അസോസിയേറ്റ് ചെയ്ത അവരുടെ ഓരോ ഫാമിലിയുടെയും അതെ, അതിൽ ജീവിച്ചിരിക്കുന്നവരെ നേരിട്ട് കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്തു, മരിച്ചവരുടെ ഫാമിലീസായിട്ട് സംസാരിച്ചു, അതിന്റെ കുറെ ഫൂട്ടേജസ് ഉപയോഗിച്ചു. അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. നമ്മൾ പല വെറൈറ്റികളും നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയിലും കുറച്ചിത്തിരി വർഷം പിന്നിലേക്കുള്ളൊരു നായികയായിട്ടാണ് അതിൽ, അല്ലേ? സെയിം തിങ് ആയിരുന്നു പ്രണയവിലാസത്തിലും, പഴയ കഥയിലെ നായികയാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഉള്ളൊരു ആ ഒരു സെലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? പഴയ കാലഘട്ടം എന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഈ പഴയൊരു കാലഘട്ടം പേഴ്സണലി എനിക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സമയം അതൊക്കെ ഞാൻ ആ കോസ്റ്റ്യൂമിലിട്ട് ആ സെറ്റൊക്കെ കണ്ട് അത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഈ പഴയ ടൈപ്പ് ഓഫ് എന്താ പറയുക രൂപത്തിലേക്കൊക്കെ പോകാൻ ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇൻസ്റ്റ മൊത്തം നോക്കിയിട്ടുണ്ടെങ്കിൽ സാരി എടുത്തതും പറമ്പിലൂടെ ഓടുന്നതും കൈൻഡ് ഓഫ് 2002 ജനിച്ചു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇഷ്ടമാണ്. എന്നെ കുറിച്ച് ഞാൻ എനർജി ലോ ആയിരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഒരുങ്ങി പൊട്ടൊക്കെ ഇട്ട് സാരി ഒക്കെ എടുത്ത് നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പയ്യന്നൂർ ഭാഗത്ത് പല ആളുകളും രാത്രി കണ്ട് പേടിച്ചിട്ടുണ്ട്. സാരിയൊക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് രാത്രി ഇറങ്ങണം വയലിലേക്കൂടെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ. അവനൊന്ന് വിഷ്വൽ ചെയ്തു. അതെ, എനിക്ക് അനശ്വരേനെ കണ്ട അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ട ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഉദാഹരണം സുജാതയിലെ ആതിര എന്നുള്ള ക്യാരക്ടറാണ്. അത് ഫസ്റ്റ് മൂവി തന്നെ ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ തെറിപ്പായിട്ട് അഭിനയിക്കാന്നൊക്കെ നമ്മള് കൺഫ്യൂഷൻ. പറഞ്ഞില്ല ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞില്ല. ഓക്കെ, അതിനുശേഷം സ്കൂളില് എനിക്ക് തോന്നുന്നു ആ സിനിമ കാണിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ കാണിക്കില്ല, സ്കൂളില് പിള്ളേരൊക്കെ വിളിച്ചിട്ട് പടം കാണിക്കാൻ കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ കൊണ്ട് എല്ലാരെയും കൂട്ടിയിട്ട്. എന്നിട്ട് ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞത് അന്ന് കൂടെയുള്ള കുട്ടികൾ കരയുന്നതൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ടെന്നൊക്കെ. പിന്നെ തിയേറ്ററൊക്കെ പോയി ഇവരൊക്കെ കരയുന്നത് ഞാൻ ആസ്വദിക്കും. പിന്നെ എന്തൊക്കെ റോൾസ് ചെയ്തു. ഇപ്പം നേരെന്ന് പറയുന്ന സിനിമ എടുത്താൽ തന്നെ അനശ്വര ശരിക്കും നേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു പറഞ്ഞൊരു കാര്യം, എങ്ങനെയാണ് കണ്ണ് കാണാത്ത ഒരാളായിട്ട് ഇത്രയും കുറച്ചുകൂടെ പ്രായമുള്ള ആൾക്കാർ പോലും അങ്ങനെ അഭിനയിക്കില്ല. എങ്ങനെയാണ് അനശ്വര ആ ഒരു ഇതിലേക്ക് പോയത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഹോംവർക്കും കാര്യങ്ങളൊക്കെ? അങ്ങനെ ഹോംവർക്ക് ഞാൻ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂസ് കണ്ടു. ഓക്കെ, അതേ ഞാൻ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നമുക്ക് ആ റൂമിൽ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. അതെ, പിന്നെ നമ്മളൊക്കെ നിൽക്കുന്നത് സെറ്റ് മൊത്തത്തിൽ സൈലന്റ്. നമ്മൾ ഭയങ്കര ഒരു കോമഡി പടമല്ല ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം, ഐ മീൻ ആ ഒരു ഇതിലാണ് എല്ലാവരും നിന്നത്. അപ്പം എല്ലാവരും ഭയങ്കര സൈലന്റ് ആയി ആ ഒരു മോഡിലാണ് നിൽക്കുന്നത്. ഞാൻ മിക്കപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ അധികം ആൾക്കാരൊന്നും അതിനകത്തില്ല, സീനിനകത്തില്ല. അപ്പം പിന്നെ നമ്മൾ കൂടെ അഭിനയിക്കുന്നതും അത്രയും വലിയ ആൾക്കാരുടെ കൂടെയാണ്, അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെയാണ് ഞാൻ കൂടെ ഇരുന്ന് പറയുന്നത്. ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ് ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്സു സാറിനോട് പോയി ചോദിച്ചു, ഓക്കെ ആണോ ചെയ്യുന്നത്, ഇത് ഓക്കെ ആണോ ചോദിച്ചപ്പോഴും ഓക്കെ സെറ്റാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓക്കെ ഹാപ്പി ആയി. അതിലൊരു കോൺഫിഡൻ്റ് ആയ ചെയ്യുന്നതിൽ. മലയാള സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ പാൻ ഇന്ത്യ ലെവലിലൊക്കെ നിൽക്കുകയാണല്ലോ. ഒരുപാട് പേര് എല്ലാവരും കാണുന്നുണ്ട്. പണ്ട് മലയാളികൾ മാത്രമേ കാണുള്ളായിരുന്നു, ഇന്നിപ്പോൾ എല്ലാ മനുഷ്യരും കാണുന്നുണ്ട് OTT ഒക്കെ വന്നപ്പോൾ. അപ്പോൾ നമുക്കൊരു ടെൻഷനുണ്ടോ ഒരു സിനിമ ഇറക്കുന്നതിന് മുമ്പ്? ഇതെല്ലാം നമ്മൾ ബാധിക്കുമായിരിക്കും മേ ബി ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ. അതാണ് അവിടെയാണ് അതിന്റെ പ്രശ്നം. നമ്മൾ ഈ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ വേണ്ടി സിനിമ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഒറിജിനൽ സിനിമ നമുക്ക് മിസ്സാവും. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ചെയ്യേണ്ട കുറെ സിനിമകളുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ മഹേഷിന്റെ പ്രതികാരം പോലെ ഒരു സിനിമ നമുക്ക് ഉണ്ടാവുമോ? അല്ലെ, നമ്മുടെ നെറ്റിവിറ്റി പറയുന്ന കഥകള് നമ്മൾ പെട്ടെന്ന് അയ്യോ ഇത് നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മുണ്ട് മാറ്റി പാൻസ് ആക്കിയാലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അത്തരത്തില് ഉള്ള ചിന്തകൾ വരരുതെന്നാണ് എന്റെ അഭിപ്രായം. അത് എന്താണ് നമ്മളുടെ അഭിപ്രായം? പാൻ ഇന്ത്യ ലെവൽ അതെ, ഇത് പിന്നെ ഒറിജിനലി പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. ഈവൻ ഹിന്ദിയിൽ വരെ പോയി യാരിയ 2 അതൊക്കെ പറ. ബാംഗ്ലൂർ ഡേയ്സ് ഇത് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ഒരു പടം തന്നെ, അതിന്റെ റീമേക്ക് ആണ്. അത് വലിയൊരു റിസ്കാ അല്ലേ? നമ്മളിവിടെ കണ്ടതാണ്. ഇതിനകത്ത് മലയാളത്തിൽ ആരൊക്കെ അഭിനയിച്ചു അതുകൊണ്ട് പിന്നെ ഇവിടെ ആരും അത് കാണൂലെന്ന് നോക്കാം. അതെ, ഇവിടെ ആരും അത് കാണില്ല ഉറപ്പോട് കൂടിയാണ് ഞാൻ അവിടെ ചെന്നത്. അതെ, ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ ഡേയ്സ് കണ്ടതാണ്.
പിന്നെ അവരെന്നെ കെട്ടുഭാഗം നോക്കി അവിടെ പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ, സബ്ടൈറ്റിൽ ഇട്ടിട്ട്. ഇന്നൊന്ന് കാണണം എനിക്കത് ഇവിടെ ഓക്കെ ഗായ്സ്, നമുക്ക് എല്ലാവർക്കും ഇന്ന് വൈകുന്നേരം തന്നെ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഹിന്ദി റീമേക്ക് അതിൽ അഭിനയിച്ചിട്ടുണ്ട്, നമുക്ക് കാണണം. ഞാൻ പോയി പാക്ക് ചെയ്തിട്ട് പോട്ടെ, ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേക്ക് എയറിൽ താമസിക്കാനോ. അത് പറഞ്ഞപ്പോഴാ രണ്ടുപേരും അത്യാവശ്യം ഒരേപോലെ എയറിൽ കയറിയിട്ടുള്ള ആൾക്കാർ. അപ്പൊ താമസിച്ചിട്ടുണ്ട് അവിടെ കുറെ രസാ. അതെ, ചില ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് എയറിൽ അത് അറിയണത്. അല്ല, ഇനിയിപ്പൊ ഞാൻ എയറിൽ പോവാൻ സാധ്യതയുള്ളത് ഹേറ്റേഴ്സ് ഇല്ലാത്ത നടൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ടാഗ് ലൈൻ വന്നിട്ടുണ്ട് എനിക്ക്. അത് മറ്റേ എന്നെ വിളിച്ചു വരുത്താൻ മാടി വിളിക്കാണ്. അത് ശരി, ഇവര് അങ്ങനെ എന്നാ ഇവരൊന്ന് എയറിലോട്ടേക്കാം, ഇവനൊന്ന് ഹേറ്റ് ചെയ്തേക്കാം. അതിനുള്ള ഞാൻ മറ്റേ പാരച്യൂട്ടൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുവാണ് എയറിപ്പോ. അനശ്വരക്കോ? എനിക്ക് എന്തിനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തന്നെയായിരുന്നു പരിപാടി ഒരു സമയം വരെ. എയറിൽ കയറുക എന്ന് പറയുന്നത് കാര്യം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ചിരിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും, അല്ലേ? ഉറപ്പായിട്ടും അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്കുണ്ടാവുന്ന ആ സമയത്ത് ട്രോമ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് മാത്രമല്ല, നമ്മളെ ചുറ്റും നിൽക്കുന്നവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം അത് പല രീതിയിൽ ബാധിക്കും. നമ്മൾ പേഴ്സണലായിട്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ അയാളെ ഒന്ന് കറക്റ്റ് ചെയ്യാനെങ്കിലും നമുക്ക് ശ്രമിക്കുക. ഇത് ആരാ പറയുന്നത്, എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ ആ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അത് ഇതിനു വേണ്ടി ആളുകളെ എയറിൽ വിടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രൊഫൈലായിരിക്കുള്ളൂ. അനശ്വര അടുത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പേഴ്സണലി ചോദിക്കാനുണ്ട്. അപ്പൊ ശരി, പോണ്ട, നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളാണ്. അതായത് ഈ ഒരു പ്രത്യേക തരം സൈക്കോ ആണ് അനശ്വര രാജൻ എന്ന് എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു റിപ്പോർട്ട് കിട്ടി. തോന്നിട്ടില്ലേ? എനിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് അല്ല, വിഷമം വരുമ്പോ സാരി ഉടുത്ത് പൊട്ട് തൊട്ട് പറമ്പിക്കൂടെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് അതിനൊരു ക്ലൂ ഉണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എന്റെ ഭാഗവും കേൾക്കുന്നതിന് മുമ്പ് ആസിഫ് പറ, ആസിഫിന് അങ്ങനെ തോന്നാൻ കാര്യം എന്താ? അതെ, എനിക്കങ്ങനെ തോന്നി തുടങ്ങിയാലും അപ്പോഴേക്ക് സിനിമ തീർന്നു പോയി. ഓക്കെ, ക്ലീനിങ് ഫ്രീക്ക് ആണെന്ന് കേട്ടിട്ടുണ്ട്. ബാൽക്കണി, ബാത്റൂം, ബെഡ്റൂം, അലമാര, താഴെയുള്ള അമ്മയുണ്ട് വിളിച്ച് ചോദിച്ചത് അറിയാം. ഇതൊക്കെ വെറുതെ ഇന്റർവ്യൂവിൽ ഇരുന്ന് തള്ളണതാണ്. ഇല്ലില്ല, ഫ്രിഡ്ജ്, ഇതൊക്കെ ക്ലീൻ ചെയ്തോണ്ട് ക്ലീൻ ചെയ്യുമായിരിക്കും വിശക്കുമ്പോ. ഇതൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു സിനിമയുടെ ഓഫർ വന്നാൽ പോലും ചിലപ്പോ പുള്ളിക്കാരി വേണ്ടെന്ന് വെക്കും എന്നൊക്കെയാണ് നാം കേട്ടിരിക്കുന്നത്. അല്ല, എനിക്ക് ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാൻ. എനിക്കിപ്പം ഭയങ്കര ടെൻഷൻ. ചേച്ചിയെ വിളിച്ച് ഇവിടെ ഉള്ള പറഞ്ഞു സോറി പ്ലീസ്. അപ്പോ ഞാനിപ്പോ ആസിഫിന് മിക്കവാറും ഞാൻ വരും, ഞാൻ എല്ലാവരത്തേക്കും. എനിക്കങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്റെ ഭയങ്കര ഫ്രീ ആക്കുന്നത്, എന്റെ മൈൻഡ് ക്ലിയർ ചെയ്യുന്നത് മൊത്തം പുറത്തുള്ള സാധനങ്ങള്. ഞാൻ ബുൾസൈ ഉണ്ടാക്കും, ഞാൻ വൃത്തിയാക്കും. എനിക്ക് ഇഷ്ടമാണ് വൃത്തിയാക്കാൻ. വെരി ഗുഡ്. എല്ലാം ഓർഗനൈസ് എന്ന് വെച്ചാൽ ഹൈജീനെക്കാളും എനിക്ക് എല്ലാം ഓർഗനൈസ് എടുത്തടുക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈൻഡ് ഓഫ് OCD എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ചും കൂടെ മെഡിക്കൽ അറ്റൻഷൻ ഭയങ്കര അത്രയല്ല. പക്ഷെ എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ ഭയങ്കര പാടാ. ഇങ്ങനെ പോകും എനിക്ക്. ആണോ? ഓക്കെ, അപ്പൊ അതായത് എല്ലാ കുടുംബത്തിലും ഒരു അനശ്വര രാജൻ വേണം, അല്ലേ? എല്ലാ വീട്ടിലും. അതെ. ലൈഫിലെ ഏറ്റവും പീക്ക് സന്തോഷം തോന്നിയത് എപ്പോഴാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഒരാൾ ചോദിക്കാൻ പറഞ്ഞത് ചേച്ചി തന്നെയാണ്. ചേച്ചിയോ? ഇവക്കിത് എന്നോട് നേരിട്ട് ചോദിച്ചോ? അപ്പുറത്തെ റൂമിൽ എന്തിനാണ് ഇതൊക്കെ ഇന്റർവ്യൂലൊക്കെ വന്ന് ചോദിക്കുന്നത്? ചേച്ചിയുടെ മുഖത്ത് ചിരി വരുമ്പോ ക്രിഞ്ച്. തങ്കച്ചി പാസം. സിനിമ ഇറങ്ങുമ്പോ ഒരു സിനിമ എനിക്ക് തോന്നുന്നു, എനിക്ക് ആ നേരിന് ഫസ്റ്റ് ഒരു പോസിറ്റീവ് മെസ്സേജ് തോന്നുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെ ഒരു സ്റ്റോറി ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ ഭയങ്കര അവിടെ ഇരുന്ന് എനിക്ക് ഭയങ്കര അത് ഞാനും എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഒരു സിനിമ ഓടുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന് റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അനശ്വര പണ്ട് പറഞ്ഞത് DQയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ എവിടെ നിൽക്കുന്നു?
തൊട്ടപ്പുറത്തായിരുന്നു വീട്. മതിലിന്റെ ഇപ്പുറം വരെ എത്തി. അതെ അതെ അതെ, തൊട്ടി ഇവിടെ വരെ എത്തിയല്ലോ, വീടും അപ്പൊ എത്താറായി എന്ന്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ചെറുപ്പം മുതലേ ഭയങ്കര കണ്ട് വളർന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണുള്ളത്, ഒരു ആക്ടറാണല്ലോ അത്. പക്ഷെ സിനിമയിൽ കാണാൻ പറ്റിയില്ല. സിനിമയിൽ കാണാൻ പറ്റില്ല. അതെ, ആള് ഡയലോഗ് പറയുമ്പോൾ ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന പോലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് മാനിഫെസ്റ്റ് ചെയ്തു പോലും പറയാൻ പറ്റില്ല, അതുപോലും ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പം ആളുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുക, ഒരുമിച്ചൊരു ഡയലോഗ് പറയാന്നുള്ളത് എനിക്ക് വലിയ കാര്യം. എനിക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും ഞാൻ മെയിൻലി എൻ്റെ അച്ഛനായിരുന്നു. അച്ഛന് ലാലേട്ടൻ്റെ വലിയ ഫാനാണ് അച്ഛൻ. അപ്പം അച്ഛൻ പടം കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര സങ്കടവും ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. സിദ്ദിഖ്, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്, സായി ഏട്ടൻ, അപ്പൊ ഒരുപാട് ഫൈനസ്റ്റ് ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഒരു നിങ്ങളിലേക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് കിട്ടിയത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്? ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ബിഹേവ് ചെയ്യുമ്പോൾ ഈ ക്യാമറ മറക്കുക, അല്ലെങ്കിൽ ആ നമ്മൾ ഉള്ള ആംബിയൻസ് കട്ട് ചെയ്ത് അഭിനയിക്കുക എന്ന് പറയുമല്ലോ, അതാണ് ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തി കളയുന്നത്. അവർ അവരുടെ സമയം എടുത്ത് പെർഫോം ചെയ്യാനുള്ള അവരുടെ ഒരു ഈസിനെസ് ഉണ്ട്, അത് ഭയങ്കര രസമാണ്. ഇപ്പം പ്രത്യേകിച്ച് സായിയേട്ടൻ്റെ കൂടെയൊക്കെ ഉള്ള സീക്വൻസസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും തോന്നില്ല അദ്ദേഹം പെർഫോം ചെയ്യുന്ന കാണുമ്പോഴൊക്കെ. എഗെയിൻ ഈ സീനിയേഴ്സ് എല്ലാവരും ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനെ പറ്റി പ്രത്യേകം പറഞ്ഞു. ഇന്ദ്രൻ ചേട്ടനെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇന്ദ്രൻ ചേട്ടനുള്ളത് മറ്റേ കൊടക്കമ്പി എന്ന് വിളിക്കുന്ന ഇന്ദ്രൻ ചേട്ടനെ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ്ങിൽ ഹ്യൂമർ ചെയ്തിരുന്ന ഒരാളാണ് അയാൾ. അദ്ദേഹം മാറി ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറായി മാറി. ഈ സിനിമയിലൊക്കെ ഉള്ള പെർഫോമൻസസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും രണ്ട് കാലഘട്ടത്തിലായിട്ടാണ് അദ്ദേഹം വരുന്നത്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിൽ രണ്ട് എനർജി ലെവലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സും ഇതിൽ വന്നു പോകുന്നുണ്ട്, ഒരുപാട് ആക്ടേഴ്സ്, പിന്നെ AI-യും ഒക്കെ വന്നു പോകുന്നുണ്ട് അല്ലെ? AI-യുടെ ഒരുപാട് നല്ല യൂസേജ് ഒക്കെ ഉണ്ട് ഈ പടത്തില്. ഉണ്ടോ? ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഈ സിനിമയിലില്ലേ, ഈ ഇന്റർവ്യൂസിന്റെ ഇടയ്ക്കൊക്കെ വന്ന ഒരു ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ആസിഫ് തന്നെ പറഞ്ഞത്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിൽ കുഴിയിലേക്ക് പോകേണ്ടത് ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്, ഈ മഞ്ഞുമൽ ബോയ്സിൽ താങ്കൾ കുഴിയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഈ സിനിമ വേറൊരു രീതിയിലായിരിക്കുമോ? ഒരുപാട് റിപ്പീറ്റേഷൻ ആയി പോയി. ആകുമാകായിരുന്നു അല്ല, ആകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി. കാര്യം ഒന്ന്, ആ ഒരു ഗ്യാങ്ങിൻ്റെ അകത്ത് ആ ഗ്യാങ്ങിൽ ഞാനുള്ളപ്പോഴും ഈ കുഴിയിലേക്ക് പോകുന്ന സമയത്തും ചിലപ്പം ഞാൻ രക്ഷപ്പെടും എന്നോ അല്ലെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എൻഡ് ഉണ്ടാകും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ വരാൻ സാധ്യതയുണ്ട്. ഒരു ഹീറോ, ഒരാവശ്യമില്ലാത്തൊരു ഹീറോ ഇമേജ് ആ ക്യാരക്ടറിന് ആളുകൾക്ക് ഫീൽ ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്തൊരു, അത് ഇതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിനെ പറ്റിയാണ് ഞാൻ അന്ന് പറഞ്ഞത് കേട്ടോ. കാര്യം ഞാനും ഗണുവും ശിതുവൊക്കെ തമ്മിലുള്ളൊരു സൗഹൃദത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങനെ കാഷ്വൽ ആയിട്ട് പറഞ്ഞത്, ഇത്രയും വലിയ വൈറൽ ചർച്ച ഞാൻ ഓർത്തില്ല. ആസിഫിന്റെ കാര്യത്തിൽ ഫ്രണ്ട്ഷിപ്പാണ് കുറെ കൂടെ നമുക്ക്. ആസിഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ ചുറ്റിപ്പറ്റി നമുക്കിങ്ങനെ ഓർമ്മ വരും. ഇപ്പൊ പറഞ്ഞ ചിദംബരം ആണെങ്കിലും ഗണപതി ആണെങ്കിലും ബാലു, അർജുൻ ഒക്കെ. പക്ഷെ അനശ്വരനെ പറ്റി ഓർക്കുമ്പോൾ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ചേച്ചീനെയാണ്. അപ്പൊ ചേച്ചിയാണോ നമ്മുടെ ഓൾ ഇൻ ഓൾ? ആണ്. അല്ല, എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ സ്കൂളിലും കോളേജിലൊന്നും കാര്യമായിട്ട് പോയിട്ടില്ലാത്തത് കൊണ്ട് കാര്യമായിട്ടൊരു കാര്യം. അതെ, ഞങ്ങൾ സീരിയസ്. വിഷമിപ്പിക്കല്ലേ അവളെ? എന്താ നിനക്ക് സുഹൃത്തുക്കളില്ലാത്ത? അല്ല, ഇപ്പൊ തന്നെ എനിക്ക് ചേച്ചീനെ കാണണം. സുഹൃത്തുക്കളില്ലാത്ത എന്തായിരിക്കും? ഞാൻ പറഞ്ഞ പോലെ കോളേജിലൊന്നും പോയിട്ടില്ല, ഫോൺ എടുക്കാതെ എനിക്കില്ല സുഹൃത്തുക്കൾ. പക്ഷെ ആസിഫിന് എനിക്ക് തോന്നുന്നത് ഫോണിലൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല, അല്ലാതെ ഡയറക്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എന്നൊക്കെ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. വളരെ അനശ്വരയിലെ സൈക്കോ ഉണർന്നു നിൽക്കുന്നത്. വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അതൊന്നും എനിക്ക് ഫോൺ വിളിച്ച അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒന്നും അല്ല. എല്ലാവരും കൂടുതൽ കുറച്ച് ഫ്രണ്ട്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. ശരി.
ജഗതിയേട്ടൻ്റെ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നു. ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈസ് കമ്മിങ് ബാക്ക് വലയിലൂടെ. അപ്പോൾ ജഗതിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഇപ്പം നിങ്ങൾ രണ്ടുപേരിൽ അല്ലേ ആസിഫ് മാത്രമാണ്. അപ്പം ആസിഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഞങ്ങൾ ഒരു സീക്വൻസ് ഉണ്ട്, ഞങ്ങൾ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞിട്ട് എം എ നിഷാദ് സംവിധാനം ചെയ്തൊരു സിനിമ, അതിലാണ് എനിക്ക് ഒരു ത്രൂ ഔട്ട് കോമ്പിനേഷൻ കിട്ടിയത്. അപ്പോൾ അതിൽ പ്രഭു സാറിന്റെ ക്യാരക്ടറാണ് നമ്മുടെ ഈ കൈലാഷിന്റെ ചേട്ടനാണ്. അപ്പം ഞാനും കൈലാഷും അർച്ചന റീമ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനിൽ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഓടി വന്നിട്ട് പറയും, നിന്റെയൊക്കെ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ഇതൊക്കെ അയാൾ അറിഞ്ഞോണ്ടല്ലോ ഇടിച്ച് നിന്റെയൊക്കെ മൂക്ക് പൊളിക്കും എന്ന് പറഞ്ഞ് റിഹേഴ്സൽ ചെയ്തു. ഷോട്ടിന് വന്ന് നിന്നിട്ട് മൂപ്പര് ഓടി വന്നിട്ട്, നിന്റെയൊക്കെ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ഇത് അയാൾ അറിഞ്ഞോണ്ട് ഇടിച്ച് നിന്റെയൊക്കെ മൂക്ക് പൊളിക്കും. ഇതാണ് ടേക്കിന് ചെയ്തത്. നമ്മളിത് റിഹേഴ്സലിനെ ചെയ്ത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. ടേക്കിന് ഇത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ച്. മൂപ്പര് ദേഷ്യപ്പെട്ടു. മൂപ്പര് പറ്റില്ലെങ്കിൽ നിർത്തിയിട്ട് പോവാനിയാ എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പൊ ഈ എന്താ അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും എല്ലാവരും. ഇന്ന് അമ്പിളിച്ചേട്ടൻ സജീവമായിട്ട് സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ അല്ലെ ഇപ്പം ഈ ഇവരെ കോമഡി സീനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നേനെ, എന്തൊരു ഫൈനസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസസ്. ഇപ്പം ഈ ദിലീഷ് പോത്തൻ പോലെയുള്ള സംവിധായകരുടെ കൂടെ അദ്ദേഹം അല്ലേ എന്തൊക്കെ ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തേനെ. ഇപ്പൊ ഈ ഒരു തിരിച്ചുവരവ് ഈ സിനിമ പോസ്റ്റർ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നു. മൂപ്പർ ചിലപ്പം ഇനി ലൊക്കേഷനിലേക്ക് വന്ന് വീണ്ടും ഒരു പെട്ടെന്നൊരു മിറക്കിൾ സംഭവിച്ച് സിനിമയിലേക്ക് സജീവമാവട്ടെ എന്ന് ആഗ്രഹിച്ചു പോവാണ്.